വെള്ളറടയിൽ സർക്കാർ ഉദ്യോഗസ്ഥനായ യുവാവ് സുഹൃത്തിന്റെ വീടിന്റെ രണ്ടാം നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളറട സ്വദേശിയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജീവനക്കാരനുമായ 43 വയസ്സുള്ള ഷാജിയെയാണ് സുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് ഭാര്യ രാവിലെ ജോലിക്ക് കാറിൽ കൊണ്ടുവിടുകയായിരുന്നു. എല്ലാ ദിവസവും ഒരുമിച്ചാണ് രണ്ടുപേരും വെള്ളറട വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. എന്നാൽ വൈകുന്നേരം ഭാര്യ നിരന്തരം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്ന് ഷാജിയുടെ ബന്ധുക്കൾ വെള്ളറട പോലീസിന് പരാതി നൽകി. പോലീസ് അന്വേഷണത്തിലാണ് ഷാജിയുടെ കാർ ആനപ്പാറ RC ചർച്ചിന് സമീപം റോഡ് വശത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. മൊബൈൽ ലൊക്കേഷനിൽ ഷാജി പരിസരത്ത് ഉള്ളതായും പോലീസിന് സൂചന ലഭിച്ചു. പോലീസിന്റെ അന്വേഷണത്തിലാണ് സുഹൃത്തിന്റെ വീട്ടിൽ രണ്ടാമത്തെ നിലയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണപ്പെട്ട ഷാജി സുഹൃത്തിന് ബാങ്കുകളിൽ ചിട്ടിക്ക് ജാമ്യം നൽകിയതായും അത് അടയ്ക്കാതെ വന്നപ്പോൾ പല ബാങ്കുകളിൽ നിന്നായി ഷാജിക്ക് നോട്ടീസ് ലഭിച്ചതായും ഇതിന്റെ മനോവിഷമമായി ആയിരിക്കാം സുഹൃത്തിന്റെ വീട്ടിൽ തന്നെ തൂങ്ങി മരിക്കാൻ ഇടയായ സാഹചര്യമെന്നാണ് പോലീസിന്റെ നിഗമനം. ഷാജി സുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിക്കുന്ന സമയത്ത് വീട്ടിൽ ആരും ഇല്ലായിരുന്നുവെന്നും വീട്ടുടമ പോലീസിനോട് അറിയിച്ചു. വെള്ളറട പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. GTV ന്യൂസ്, വെള്ളറട.